നമസ്കാരം. അപ്പോൾ സട്ടവും നീതിയും ഒരു വെബ് സീരീസാണ് കേട്ടോ. തമിഴിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വെബ് സീരീസാണ്. ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്, കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വളരെ ലളിതമായ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഭയങ്കര ക്യാൻവാസിൽ ഭയങ്കര ബഡ്ജറ്റൊക്കെ ആക്കി നോക്കി. ഇപ്പോൾ സുഡലൊക്കെ കണ്ടില്ലേ, സുഡലൊക്കെ ഭയങ്കര ബഡ്ജറ്റൊക്കെ യൂസ് ചെയ്തെടുത്ത വെബ് സീരീസാണ്. അപ്പം തമിഴിലെ ഒട്ടുമിക്ക വെബ് സീരീസുകളും ക്രൈമിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. നവംബർ സ്റ്റോറി, വിലങ്ങ്, പിന്നെ വദന്തി, പിന്നെ എല്ലാം കൂടെ ഓർത്ത് വെച്ച് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സട്ടവും നീതിയും, ശരവണനാണ് ഇതിനകത്ത്. ശരവണൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം സുഴൽ എന്ന് പറയുന്ന അതിൻ്റെ സീസൺ പാർട്ട് 2 അപ്പോൾ ശരവണനാണ് ഇതിനകത്ത് മെയിൻ ലീഡിങ് റോളിൽ വന്നിട്ടുള്ളത്. പിന്നെ ജൂനിയറായിട്ടൊരു പെണ്ണുമുണ്ട്. അപ്പം ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഈ ശരവണൻ ഒരു വക്കീലാണ്. അദ്ദേഹം ഹൈക്കോടതിയുടെ മുന്നിൽ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വക്കീലാണ്. പൊതുവെ പുച്ഛമാണ് എല്ലാവർക്കും അദ്ദേഹത്തിനോട്. കാരണം കഴിവില്ല, കോർട്ടിൽ പോയി വാദിക്കാൻ കഴിവില്ല. അതുകൊണ്ട് വീട്ടിലും അദ്ദേഹത്തിനോട് പുച്ഛമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു കേസ് എടുത്ത് നടത്തുവാണ്, സ്വന്തമായിട്ടൊരു കേസ്. അതായത് ആ കോടതിയുടെ മുന്നിൽ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു വ്യക്തിയുടെ കേസ് എടുത്തിട്ട് ഇദ്ദേഹം തുടങ്ങുവാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ എല്ലാ കേസിലും ഉള്ള പോലെ പുറയുന്ന ബാഹ്യ ശക്തികൾ പ്രവർത്തിക്കും. അവർ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതായത് തട്ടാനൊക്കെ ശ്രമിക്കും, പിന്നെ കേസ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊന്നും ഇല്ലാതെ അവസാനം ഇവർ വാദിച്ചത് ജയിക്കും. അത് വെറുതെ അങ്ങനെ ആണല്ലോ, അത് തെറ്റൊന്നും പറയുന്നില്ല, അത് അങ്ങനെയാണ്. അപ്പം ഇതും അത് തന്നെയാണ്. ശരവണൻ നല്ല രീതിയിൽ വാദിച്ച് അവസാനം കണ്ടുപിടിച്ച് അവിടെ എന്താണ് നടന്നത് എന്ന് കണ്ടുപിടിക്കും. പക്ഷേ എന്താ പറയുന്നത്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെബ് സീരീസ് വളരെ ലളിതമായിട്ട് എടുത്തു. ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കാതെ ഒരു വളരെ ലളിതമായിട്ട് ഒരു 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 ഐഫോണിൽ ഷൂട്ട് ചെയ്യാൻ ഈസിയാണ്, അങ്ങനെ ഒരു രീതിയിൽ ഒരു വളരെ ലളിതമായിട്ട്, അധികം ക്യാരക്ടേഴ്സിന് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ക്യാൻവാസിൽ എടുക്കാതെ ഒരു മതി, ഇതുപോലുള്ള സ്ക്രിപ്റ്റിന് ഇത്രയും മതി എന്നുള്ളത് തോന്നിക്കുന്നത്. വെറുതെ ഒരുപാട് വലിയ ഇതൊക്കെ ബഡ്ജറ്റ് പൊട്ടിച്ചിട്ട് ഒരു മൊണ്ണ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിലും ഭേദം ഈ ഒരു കുഞ്ഞ് സ്ക്രിപ്റ്റ് ഇതിനിത് മതി എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. ശരവണൻ നല്ലൊരു നടനാണ്. അദ്ദേഹം ജയിലറിനകത്തൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പടങ്ങളിലുണ്ട്. മെയിനായിട്ട് പോലീസ് വേഷത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ കൂടുതലും കണ്ടിട്ടുള്ളത്. നല്ലൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഈ കാണാതായി എന്ന് പറയുന്ന ഈ പെണ്ണിൻ്റെ അച്ഛനായിട്ട് വരുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം ഭയങ്കര ബോറായിട്ട് തോന്നി, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതാണ് നമുക്കത് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് മാത്രമേ എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ. ബാക്കി എല്ലാവരും പിന്നെയും കുഴപ്പമില്ലായിരുന്നു, അഭിനയമൊക്കെ പിന്നെയും കുഴപ്പമില്ല. അദ്ദേഹത്തിന് മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ക്ലൈമാക്സിൽ ആ പെണ്ണൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് മെയിൻ വെണ്ണില, ആ പെണ്ണിൻ്റെ പേര് വെണ്ണില എന്നായിരുന്നു ഈ ക്യാരക്ടർ ഈ വെബ് സീരീസിനകത്തെ. എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഒരു മനോഹരമായിട്ടുള്ളൊരു വെബ് സീരീസ്. പെട്ടെന്ന് തന്നെ തീരും. കുറച്ചേ ഉള്ളൂ ഓരോ എപ്പിസോഡ്, ഏകദേശം 6-7 എപ്പിസോഡ് കണ്ടേ ഉള്ളൂ. അപ്പം സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒരു കമൻറ്റ് എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ, ഒരു സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം ശരി, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.